ജില്ലയിൽ ശക്തമായ മഴയിൽ മലയോര മേഖലകളിൽ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. പാൽച്ചുരത്തിന് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മുൻകരുതലിന്റെ ഭാഗമായി ജില്ലാ താലൂക്ക് തലങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുറന്നു. ഉളിക്കൽ പഞ്ചായത്തിലെ വട്ടിയാംതോട് പാലത്തിൽ വെള്ളം കയറി. മണിക്കടവ് ചപ്പാത്ത് പാലം വെള്ളത്തിനടിയിലായി. വളപട്ടണം പുഴയുടെ പോഷക നദിയായ ബാവലിപ്പുഴയുടെ തീരത്തെ അണുങ്ങോട്ട് പ്രദേശങ്ങളിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് നില 58 മീറ്റർ കടന്നതായി അധികൃതർ അറിയിച്ചു. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉളിക്കൽ പഞ്ചായത്തിലെ പേരട്ട തൊട്ടിൽപ്പാലത്ത് വീടുകളിൽ വെള്ളം കയറി. 26 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും വീടുകളിൽ കുടുങ്ങിക്കിടന്നവരെ രക്ഷപ്പെടുത്തി. ഇരിട്ടി വയത്തൂർ അറബിക്കുളത്തിന് സമീപം രണ്ടാംകൈ എന്ന സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായി. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് പുളിങ്ങോം വില്ലേജിലെ കാര്യങ്കോട് പുഴയിൽ അനിയന്ത്രിതമായി വെള്ളം കയറി. മുൻകരുതലുകളുടെ ഭാഗമായി കോഴിച്ചാൽ ഇടക്കോളനിയിലെ തുരുത്തിൽ താമസിക്കുന്ന 5 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കാനംവയൽ ഉന്നതിയിലെ പുഴയോട് ചേർന്ന് താമസിക്കുന്ന 2 കുടുംബങ്ങളോടും മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി. ആർളം ഫാമിന്റെ 11, 13 ബ്ലോക്കുകളിൽ വെള്ളം കയറി. ആളുകളെ തൊട്ടടുത്ത അംഗൻവാടിയിലേക്ക് മാറ്റി. കൊട്ടിയൂർ പാൽച്ചുരത്തിൽ ചെകുത്താൻ തോടിന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത്. കല്ലും മണ്ണും റോഡിലേക്ക് വീണതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇനിയും മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ ഇതുവഴിയുള്ള യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാൽച്ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഇതുവഴി വരേണ്ട വാഹനങ്ങൾ ബോയ്സ് ടൗണിൽ നിന്നും കൊട്ടിയൂരിൽ നിന്നും വഴിതിരിച്ചു വിട്ടു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അപകട സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ ജില്ലയെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന ബോയ്സ് ടൗൺ ചുരം റോഡിൽ രാത്രി യാത്രാ നിരോധനം ഏർപ്പെടുത്തി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. തലശ്ശേരി വയലളം ഊരാൻകോട്ട് ഹെവൻ വീട്ടിൽ സനീഷിന്റെ വീടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. ആളഭയമില്ല. പാനൂർ അണിയാരം ശിവക്ഷേത്ര വളപ്പിലെ മതിൽ കനത്ത മഴയിൽ തകർന്നു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.